കൂളിംഗ് ഗ്ലാസ് കോച്ചിങ് പോകുന്നു. ഇവിടെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇരിക്കുന്ന മനസ്സിലായി. ഇന്റലക്ട് കിട്ടോ? മോഡേൺ ആക്കിയോ? മുട്ടൻ ലുക്ക് ഭയങ്കര. ഞാൻ കണ്ടില്ല, ഐ എം സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. നീങ്ങിടോ ആ കസേരയൊക്കെ വന്നിട്ട് നീക്കിക്ക് മോളാൾ അങ്ങോട്ട് നീങ്ങ് പോട്ടെ. ഇത് കുറച്ചുകൂടെ നീങ്ങി. ഓക്കെ ഓക്കെ, റെഡി ആണല്ലോ? അവിടെ തന്നെ ഇരുന്നോ കേട്ടോ. താനെന്ന് ഇരുന്നിടൂ. ടോപ്പിക് ഇല്ല, അതാണ് നമ്മുടെ ടോപ്പിക്. ടോപ്പിക്കിന്റെ ആവശ്യമുണ്ടോ? ടോപ്പിക് ജോൺ വിക്കിന്റെ പടം കണ്ടു. ജോൺ വിക്കിന്റെ ലാലേട്ടൻ ചെയ്താലും കുഴപ്പമില്ല. ഈ പടത്തിനകത്ത് കുഴപ്പമില്ല. കുറച്ചു നേരം വന്നു പോകുന്നേ ഉള്ളൂ. ഇത് ലാലേട്ടൻ ചെയ്താലും ഓക്കെ. അത്രയ്ക്ക് മോശം പടമാണ്. അത്രയ്ക്ക് മോശം പടമാണോ? കണ്ടുപോയി. ഹോളിവുഡ് പോയിട്ടില്ല, കാണാൻ പറ്റുള്ളൂ. അത് കണ്ടുപോയി. അങ്ങനെയൊന്നുമല്ല, പടം അത്ര മോശമൊന്നും പറയാനില്ല. പക്ഷെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ റോള് ഞാൻ ചെയ്യണ്ട. ജോൺ വിക്കോ, ജോണി. അത് മലയാളത്തിൽ എടുക്കുമ്പോൾ തനിക്ക് നിങ്ങൾക്ക് എന്താ മലയാള സിനിമയുടെ പുച്ഛം? മലയാള സിനിമയോടല്ല, എനിക്ക് മൊത്തത്തിൽ ഈ ഇവിടെ ഇരുന്നു അല്ല, ഈ മലയാള സിനിമയോടല്ല പുച്ഛം ഒന്നും അല്ല ഇതിന് പറയേണ്ടത്. അതായത് ഇതെന്തോ ഭയങ്കര വേറെ താണ്ടാന്ന് പറയുമ്പോഴാണ് പ്രശ്നമൊന്നുമില്ല. ഇവർ ഈ സിനിമ ചെയ്തോട്ടെ, അതിനൊന്നും നമുക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഇവിടെ എന്ത് വേണേലും ഇവർ ചെയ്തോട്ടെ. ഇവരുടെ കഴിവ് എന്താണുള്ളത് അത് വെച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പിന്നെ ഇതൊരു ഭയങ്കര സിനിമയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോ നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും, അല്ലെങ്കിൽ പിന്നെ ഉണ്ടായിരിക്കും. ഹോളിവുഡ് സിനിമ ടെക്നോളജിയാണ്. നമ്മള് ലിംഗ്വിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ല മലയാളം, ബംഗാളി, മറാഠി ഫിലിംസ് ആണ്. ഓട് അണ്ണാ ഓട് ഉള്ള ഏതോ സിനിമയിലെ പോലെ വിദ്യാലയത്തിലെ പോലെ അവിടെ ഉണ്ട്. കൈയെടുത്ത ഈ സാധനം എങ്ങനെയുണ്ട്? ചെയ്താന്റെ ബാധ വായിച്ചിരിക്കും. ഫീൽ ചെയ്യുന്ന ഇവിടെ എനിക്കില്ല, തനിക്കുണ്ട്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് തനിക്കുണ്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. തനിക്ക് വ്യക്തിത്വം ഉണ്ട്. ഇതിലേത് വ്യക്തിത്വം എനിക്ക് തന്റെ വ്യക്തിത്വങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വം ഏതാ? ഞാൻ ചോദിക്കുന്നേ, എനിക്കിട്ട് ഉണക്കണ്ട. ചോദ്യം അതല്ല, ഒരു മിനിറ്റ്. തന്റെ വ്യക്തിത്വങ്ങളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വം ഏതാ? അതാ ചോദിച്ചാൽ ഏതാ ഇഷ്ടം, താല്പര്യമുള്ള ഏതാ? ഇന്റലക്ട്. രാത്രി ഈ ഗ്ലാസ് വെച്ച് ഈ വണ്ടി ഓടിച്ചോണ്ട് വന്നത് ഭയങ്കര വണ്ടിക്ക് വലിയ സ്പീഡില്ലാത്തോണ്ട് വണ്ടിക്ക് സ്പീഡില്ലാത്തോണ്ട് അത് അവിടെ കാറുള്ളിടത്ത് ഞാൻ ഈ മണ്ടനെ പടപ്പം വിളിച്ചാണ് ഇത് എടുക്കുന്നില്ല. പക്ഷെ എന്താണ് തന്റെ വിളിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നന്നായി. ഇയാൾ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. ഭയങ്കര നീറ്റ് ആയി പോയി. ഞാൻ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി കയറിയതാണ്. മഴയത്ത് ഐസ്ക്രീം കഴിച്ചിട്ട് കുട്ടികളെ റോഡ് കടത്തി വിടുവോ? അതും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ ചർച്ച എന്താണ്? ജോൺ വിക്ക് ഒന്നും അല്ല. ജോൺ വിക്ക് റോള് മമ്മൂക്ക ചെയ്ത ജോൺ വിക്കിനെ മമ്മൂട്ടി ചെയ്ത മമ്മൂട്ടി ചെയ്ത എങ്ങനെ ഇരിക്കുന്നോ? ജോൺ വിക്കിന് വയ്യാത്തൊരു ജോൺ വിക്ക് വരും. നല്ല ബേസ് വോയിസിൽ 5 ഡയലോഗ് പറയുന്ന ജോൺ വിക്ക് വരും. എന്നിട്ട് സ്ലോ മോഷനിൽ നടക്കും. മഞ്ഞത്ത് നടന്ന് തുമ്മലൊക്കെ പിടിച്ച് ഈ മോഹൻലാൽ ഭയങ്കര നടനാന്ന് പറയുന്ന പോലെ മമ്മൂട്ടി ഭയങ്കര ചെറുപ്പാന്ന് പറയുന്നത്. അതുപോലത്തെ വേറെ സെയിം സാധനം. ഈ രണ്ടും നിർത്തിക്കോ സമാധാനം ഉണ്ടാവും. റിവേഴ്സ് ഗിയർ. മമ്മൂട്ടിക്ക് 25 വയസ്സാന്നൊക്കെ പറയണത്. അത് ശരിയാ. ഇത് രണ്ടും ഏകദേശം ഒരേ സാധനം അല്ലേ? സെയിം സാധനമാണ്. ഇയാള് നമ്പർ 7 ആണ്,
ഇയാള് മറ്റേ ചെറുപ്പക്കാരനുമാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജന്മമാണ്. എണീറ്റ് പോടാ. അങ്ങനെ പറയാം. സായിപ്പ് പറഞ്ഞ പിന്നെ എല്ലാം ശരിയാണല്ലോ. ഇന്ത്യൻ ആയിരുന്നല്ലേ? ആറാട്ടണ്ണൻ ഇന്ത്യൻ ആയിരുന്നോ? ആപ്പിളിൽ വർക്ക് ചെയ്ത ഒരു ഗുജറാത്തി സ്ത്രീ പറഞ്ഞു. ആ സ്ത്രീ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ആക്ടറെ കണ്ടിട്ടില്ല. ശരിയാ, അവര് മാത്രമല്ല പലരും കണ്ടിട്ടില്ല ഇതുപോലെ ഒരു ആക്ടർ. ഇയാളെങ്ങനെയാന്ന് പറയും ഈ ആക്ടർ എന്ന് പറയുന്നത്? കംപ്ലീറ്റ് ആക്ടർ കണ്ടിട്ടുണ്ടോ? അണ്ണ കേക്ക് കണ്ടിട്ടുണ്ടോ? സൂര്യഗായത്രിയോ കണ്ടിട്ടോ? സർജനായിട്ടാ സർജനായിട്ട് ചെന്നിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്ത് ആരെ രക്ഷിച്ചു. ശരിക്കും ചെയ്തത് പുള്ളിയാണ്. അന്നൊരു സർജറി അറ്റൻഡ് ചെയ്തു മോഹൻലാൽ. ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ, പക്ഷെ ആ ആള് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇപ്പഴും ജീവനോടെ ഉണ്ട്. ഡോക്ടർ ചെറിയ പറഞ്ഞ ഇയാളുടെ ഹാൻഡ് മൂവ്മെന്റ് കണ്ട ശരിക്കും ഒരു ഹാർട്ട് സർജന്റെ പോലെയാണ്. എനിക്ക് പോടോ ഉള്ള കാര്യമാണോ? അതുപോലെയാണ് മമ്മൂട്ടിക്ക് പ്രായം കുറവാണ്. മമ്മൂട്ടിക്ക് താൻ മോഹൻലാലിനെ കുറിച്ച് പുസ്തകം എഴുതിയാണല്ലേ, താൻ കൂടുതൽ സംസാരിക്കണ്ട. മോഹൻലാലിനെ കുറിച്ച് ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ എഴുതാനുണ്ട്. ഫിലോസഫി പഠിക്കുന്നവൻ, ഫിലോസഫി റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. മോഹൻലാലിനെ കുറിച്ച് പുസ്തകം എഴുതുന്നു. ഏറ്റവും വലിയ പ്രൊഫസർ, ഏറ്റവും വലിയ പ്രൊഫസർ, ഏറ്റവും വലിയ പ്രൊഫസർ, ഏറ്റവും വലിയ നടനെ പറ്റി എഴുതി, ഏറ്റവും വലിയ പ്രൊഫസർ, മഹാരാജ് കോളേജിൽ പ്രൊഫസറും വലിയ ബുദ്ധി തിങ്കറായ ഷാനു മാസ്റ്റർ പല കുട്ടികളും എനിക്കറിയില്ല വിവരമില്ലാത്ത മനസ്സിലാവില്ല. അതേപോലെ പല ആൾക്കാരും വലിയ 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 താളം അടിക്കുന്ന ഈ കൈയൊക്കെ മടിയെന്തെങ്കിലും എടുത്ത് മാറ്റി ഇവിടെ കൈവച്ചിട്ടുണ്ട്. എന്റെ ഒന്നിന്റെ പിള്ളേര് ഡോക്ടറേറ്റ് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ അഭിനയത്തെ കുറിച്ചാണ്. PhD ചെയ്തിട്ടുണ്ട് മോഹൻലാൽ അഭിനയത്തെ കുറിച്ച്. ഷാനു മാസ്റ്റർ ആണ് എനിക്കറിയില്ല, വിവരമുള്ളവർക്ക് അറിയാം. ക്ലാസ് ഓഡിയൻസ് എനിക്കറിയില്ല. നിങ്ങളുടെ സന്തോഷേ ഞാനൊരു കാര്യം പറയാം. സന്തോഷിന്റെ ഈ പൊട്ടത്തരങ്ങൾ ഇവിടെ വന്നിരുന്ന് പറയുന്നത് ഞാൻ സന്തോഷിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സന്തോഷിനോട് ബോഡി ഷെയിം ചെയ്ത് അങ്ങ് മെഡിക്കനാവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ തിരിച്ചു പറയട്ടെ. ഇത് ഞാൻ തിരിച്ചു ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടോ. ഞാനിത് തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ അല്ലല്ല ഒരു മിനിറ്റ്, ഞാനിത് തിരിച്ചു ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് ബുദ്ധിമുട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ആ മര്യാദ എനിക്കുണ്ട്. എന്റെ വയസ്സൊന്നും ഇവിടെ വിഷയമല്ലോ. എന്റെ വയസ്സൊക്കെ ശരി. സന്തോഷം എന്താ നേടിയത് മോഹൻലാൽ? മോഹൻലാൽ ആയാലും ഇവിടെ പറ്റുള്ളൂ എന്ന് പറയണേ. ഒരു മനുഷ്യൻ, കേരളത്തിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ മോഹൻലാൽ ആയിക്കോട്ടെ. അതിനെന്ത് വേണമെന്ന് ഇവിടെ ആരൊന്നും നേടാൻ. ഇതിപ്പോ ഇയാൾ ഈ പറയുന്നത് ഏതോ വലിയ നടനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം താൻ എടുത്തോ. താനും തന്റെ പോലത്തെ നിലവാരമുള്ള തലയില്ലാത്ത വിഡ്ഢികൾ തലക്കോളമുള്ള വാണങ്ങളൊക്കെ ഇത് എടുത്തിട്ട് വലിയ ഐറ്റം എന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് നടക്കുമായിരിക്കും. അവരിവരൊക്കെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് വേറെ ആളുകൾ പറയുന്ന കേട്ടിട്ട് സ്വന്തമായിട്ട് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവൂലേ സന്തോഷേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല സന്തോഷേ. സന്തോഷ് മറ്റേ അല്ല, സന്തോഷ് ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് മറ്റേ ബുദ്ധി ചെയ്യാൻ വേണ്ടി ഒരു കണ്ണട വെച്ചു. ആ കണ്ണട ഇവിടെ അത് വെച്ച് വന്നായിരുന്നു. ഇത് സംസാരിക്കുമ്പോ ഈ കണ്ണട എല്ലാം വെക്കേണ്ടത് ഞാൻ പറയും. ലാലേട്ടൻ മെത്തേഡ് നാച്ചുറൽ രണ്ട് പേര് അങ്ങനെ ആക്ടർ വേറെ ഇല്ല. ഞാൻ ശിവരാജോട് ചോദിച്ചു അങ്ങനെ പറ. പുള്ളിയോട് പറ. അയാളോട് പറയണോ? അയാളോട് പറ. അതെ അതൊക്കെ ഇത്രയും നാൾ പോഡ്കാസ്റ്റ് എടുത്താൽ ആരെങ്കിലും അറിയോ? കണ്ട പഴയ തേർട്ടിഷില്ലേ മറ്റേ സ്റ്റാർ ബോർഡിൽ വരുന്ന തലയ്ക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെ സിനിമ കാണാതെ റിവ്യൂ കൊടുക്കണം. നമ്മുടെ അഖിൽമാര പറഞ്ഞില്ലേ ചെയ്താൻ പടം കാണാതെ റിവ്യൂ കൊടുക്കണം. ഞാൻ പറഞ്ഞ അവരറിഞ്ഞോ ഏറ്റവും വലിയ രസം.
ഇത് ബയസ്ഡ് ആണ്, ഒരു ബയസ് നിഷ്പക്ഷമായിട്ടാണ് ഞാൻ തന്നെ പറയുന്നു ഈ മണ്ടന്മാരെല്ലാം കൂടെ പറയണോ അവൻ സിനിമ കാണാൻ മോഹൻലാൽ പറഞ്ഞത് അതുല്യ നടനാണ്, യാ സംശയമില്ല, ഒരു അതുല്യ നടനാണ്. സന്തോഷേ, നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാ. ആ നമ്മളിത് ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തതാ. മോഹൻലാലിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. പറയാറുണ്ട് ഇയാള് ഭയങ്കര മെത്തേഡ് കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റ് ജഗതിയാണ്, ജഗതിയാണ് കംപ്ലീറ്റ് ആക്ടർ. ഇത് മോഹൻലാലിനെ നോക്കണേ കേട്ടത്. ജഗതിയാണ് കംപ്ലീറ്റ് ആക്ടർ. മോഹൻലാൽ ഞാൻ പഠിപ്പ വാനപ്രസ്ഥം അല്ലെങ്കിൽ ഭരതം അല്ലെങ്കിൽ 20 ഇതെല്ലാം ചെയ്യുമ്പോൾ മെത്തേഡ് ആക്ടിങ് ആണ്. അന്നാ കിലുക്കം നാച്ചുറൽ ആക്ടിങ്, ഈ രണ്ടുകൊണ്ടും കാണാൻ പറയൂ. വേറെ ആരുണ്ട്? മിക്ക നടന്മാർ മെത്തേഡ് ആക്ടിങ് ആണ് ഹോളിവുഡിൽ. ഒരു കഥാപാത്രത്തെ റിസർച്ച് ചെയ്ത് കഥാപാത്രത്തെ ജീവിച്ച്, ഇപ്പൊ ജോക്കറിൽ അഭിനയിച്ച ആളല്ല ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയായിരുന്നു സിനിമ കഴിഞ്ഞിട്ടും. പക്ഷെ മോഹൻലാലിന് ആ സമയത്ത് മാത്രം കഥാപാത്രം ഒരു സെന്റിമെന്റ് സീനായിരിക്കും, തമാശ കഥാപാത്രത്തിൽ കയറും, കട്ടിന് മണ്ടത്തോളം പറയില്ല. ആ കൊറോണയുടെ കാര്യത്തിൽ മണ്ടത്തോളാണ്. കൊറോണ കാര്യം എന്നൊരു കാര്യം കഴിച്ചോ. ഈടെ ഒരു വർത്താനം പറഞ്ഞു, തെലുങ്ക് സിനിമകൾ 99% വിജയിക്കുന്നതിന്റെ കാരണം അവിടുത്തെ പ്രേക്ഷകർ എന്ത് പടം വന്നാലും കാണുമെന്നാണ് പറയുന്നത്. അവിടുത്തെ ആൾക്കാർ പടം ഓടി ഫാൻസിയർ പടം ഓടിപ്പിക്കണം. അതിൽ പറയുന്നത് കുറെ മണ്ടത്തരമുണ്ട്, പക്ഷെ നല്ല നടനാണ്, നല്ല നടനൊക്കെയാ. കംപ്ലീറ്റ് ആക്ടറാ ഉള്ളി, കംപ്ലീറ്റ് ആയിട്ടല്ല പോടോ. ഇത് കമലഹാസന് വലിയ ആഗ്രഹം. മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടർ, അതാണ് അങ്ങനെ പറയുന്നത്. അത് ശരിയല്ല. കമലഹാസന്റെ ഏറ്റവും വലിയ ആഗ്രഹം, കമലഹാസനൊക്കെ അവിടെ മാറിക്കട്ടെ, മോഹൻലാൽ കംപ്ലീറ്റ് ആക്ടറാ. ഇത് കേട്ടോ, കമലഹാസന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നിട്ട് വിളിച്ചോണ്ട് ഒരു സൈഡിൽ റോൾ കൊടുത്ത് അവിടെ ഇരുത്തി. അല്ല, അഭിനയിച്ച അതാണ് കമലഹാസന്റെ വലിയ ആഗ്രഹമാണ്. 92 സതയും പുള്ളിയുടെ പടം വന്നപ്പോ കമലഹാസൻ പറഞ്ഞ് മോഹൻലാൽ കൊടുക്കേണ്ട അവാർഡ്. കമലഹാസൻ, അമിതാഭ് ബച്ചൻ, ഇവർക്ക് എല്ലാം ഇഷ്ടമുള്ള ആള് മോഹൻലാലാണ്. തന്റെ ആണെങ്കിലും അറിയില്ല, താൻ നോക്കപ്പെട്ടോ അത് കോലക്കെട്ടില്ല കട്ടി കഴിഞ്ഞ ഹരീഷ് കനാർ പോലെ ആയിക്കോട്ടെ. ഹരീഷ് കനാറിന് എന്താ കുഴപ്പം? താങ്കളുടെ ഹരീഷ് കനാറിന് എന്താ കുഴപ്പം? ഹരീഷ് കനാറിന് എന്താ കുഴപ്പം? ഹരീഷ് കനാറിന് എന്താ കുഴപ്പം? അയാൾക്ക് എന്താ കുഴപ്പമൊന്നും തന്നെ പോലെ ഇരിക്കില്ല. ഇയാൾ പറയുന്നത് ഇയാൾ ഭയങ്കര ബോഡി ഷേമിംഗ് ആണ്. ഇയാൾ ഭയങ്കര ബോഡി ഷേമിംഗ് ആണ്. താൻ ഒരു മര്യാദ ഇല്ലാത്ത, താൻ വെറുതെ അല്ല മറ്റേ സ്ത്രീകൾക്കെതിരെ പരാമർശം നടത്തിയത് തന്നെ അറസ്റ്റ് ചെയ്തത്. ബോഡി ഷേമിംഗ് നടത്തിയാലും കേസെടുക്കും, മനസ്സിലായോ? അതാണ് എനിക്ക് കേസെടുക്കാനുള്ള വകുപ്പുണ്ട്. താൻ എനിക്കിട്ട് താൻ അങ്ങനെ മറ്റേ സാധനം ഇവിടെ എന്ത് പറഞ്ഞാലും കേസെടുക്കുമല്ലോ. അല്ല അതല്ല, നീ കൂടുതൽ കൊണക്കണ്ട, നീ നിന്റെ കാര്യം പറ. ഒരു PhD ചെയ്ത ആലോചിക്കാൻ ആക്ടിങ്ങിനെ കുറിച്ച് ഒന്നിട്ട് പേര് ചെയ്തിട്ടുണ്ട്. നടക്കൂല സന്തോഷം. കൾച്ചറൽ കേരളത്തിൽ വലിയൊരു ആളാണ് നല്ല കൾച്ചറായി മലയാളിക്ക്. അതുകൊണ്ട് ഷാനു മാസ്റ്റർ മോഹൻലാലിന്റെ അഭിനയത്തെ ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര കോളേജിലെ പ്രൊഫസറും സാംസ്കാരിക കേരളത്തിൽ വലിയ പുള്ളിയാണ് എഴുതിയതാണ്. പുള്ളിയാണ് മോഹൻലാൽ അഭിനയം ചെയ്തത്. ഈ മുട്ട ഇവിടെ കുത്തി വെക്കുന്നതിന്റെ അർത്ഥം വിൽസ്മിത്തിന്റെ അത് മെത്തഡ് ആക്ടിങ് ആണോ? ഈ ഇങ്ങനെ ഇളകണമെന്നൊന്നുമില്ല, പേശി ഇളകണമെന്നില്ല, പേശി നിർബന്ധമില്ല. എന്തല്ല ചപ്പാത്തിക്ക് അഭിനയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഈ നടൻ വേണമെന്ന് പോലും ഇല്ല, സിനിമ പോലും വേണമെന്നില്ല. ബിഹേവിംഗ് ആണ്, ആക്ടിങ് അല്ല പുള്ളി. പുള്ളി ആക്ട് ചെയ്യുന്നതായിട്ട് ആക്ട് ചെയ്യുന്ന അതറിയാമോ എനിക്ക്? ഒരു കാലത്ത് നല്ലൊരു ആക്ടറായിരുന്നു. എനിക്കൊരു കാര്യം അറിയോ, ഈ മോഹൻലാൽ ആക്ട് ചെയ്യുന്നില്ലേ, അത് ആക്ട് ചെയ്യുന്ന 80 അവസാനത്തൊന്നുമില്ല. ആ കാലത്ത് മോഹൻലാൽ ആക്ട് ചെയ്യുന്നില്ലേടോ, മോഹൻലാൽ ആക്ട് ചെയ്യുന്നില്ലേ? ആക്ട് ചെയ്യുന്നത് ഭയങ്കര നമുക്ക് മനസ്സിലാവുമല്ലോ, ഇയാൾ ആക്ട് ചെയ്യുന്ന മനസ്സിലാവുമല്ലോ. അത് പുള്ളി ആക്ട് ചെയ്യുന്ന, അത് പുള്ളി ആക്ട് ചെയ്യുന്ന, അത് ആക്ട് ചെയ്യുന്നടോ, റിയൽ അല്ല അത്. അതായത് ആളെ മനസ്സിലാകാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം, കിട്ടുന്നില്ല. പുള്ളി അത് അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുക. അതെ, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഈ അഭിനയം മനസ്സിലാവില്ല. മനസ്സിലായോ? അഭിനയിക്കുന്ന പോലെ അഭിനയിച്ചാൽ എല്ലാവർക്കും പോയിന്റ് പറഞ്ഞു കൊടുക്കുക. തനിക്കത് പറഞ്ഞു, ഞാനിത് പറയുന്നത് മനസ്സിലാവുള്ളൂ. കാര്യമുണ്ട്. എന്താ വെച്ചാൽ ആറാറിന് എന്തായിട്ട് അഭിനയിക്കാൻ പോകുന്നത്?
ഏത് ആറാട്ടൻ ഇവർ കള്ളനായിട്ട് അഭിനയിക്കാൻ പോകുന്ന വിചാരിക്കുക. ഒന്ന് ആറാട്ടണ്ണൻ ചില സാധനങ്ങൾ വേണം, അല്ലെ കള്ളന്റേതായിട്ടുള്ളത്. പക്ഷെ എന്ത് ചെയ്യും, ആറാട്ടണ്ണൻ കള്ളനായിട്ട് അഭിനയിക്കുന്ന പോലെ അഭിനയിക്കും. അപ്പൊ അത് മോഹൻലാലിനെ പോലെ ആവും. പുള്ളി അഭിനയിക്കുമ്പോ എല്ലാരും പറയും അഭിനയിച്ച മോഹൻലാൽ നിൽക്കും. മോഹൻലാലിന് പിന്നെ കള്ളൻ എന്നത് കഥാപാത്രം നിൽക്കും. അതിന്റെ മുന്നിൽ കൊണ്ട് മോഹൻലാൽ വീണ്ടും മോഹൻലാലിനെ വെക്കും. മോഹൻലാൽ കള്ളനെ കടന്ന് അപ്പുറത്ത് ഏറ്റവും വലിയ ഫ്രണ്ട് വിഷ്ണു ഇവരുടെ മോഹൻലാലിനെ നല്ല അങ്ങനെയൊക്കെ പലരും അങ്ങനെ ഇപ്പൊ ലോകത്ത് പലരും ഉണ്ടാവും. മോഹൻലാലായിട്ട് എന്തിനാ ഉടക്കിയോ? താൻ ആരാ മോഹൻലാലായിട്ട്? താൻ മോഹൻലാലായിട്ട് ഉടക്കിയോ? മോഹൻലാലായിട്ട് ഉടക്കിയോ? എന്തിന് എന്തിനാ ഉടക്കിയെന്ന് ആ കഥ പറയൂ, പ്രേക്ഷകർ അറിയട്ടെ. ഇത് എന്റെ ബുക്ക് ഞാൻ കോപ്പി അടിച്ചാ എന്നാണ് പറഞ്ഞു. മോഹൻലാൽ എന്നോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? മോഹൻലാൽ സന്തോഷത്തോട് പറഞ്ഞു. നേരിട്ടോ? എന്നെ നേരിട്ടാ പറഞ്ഞു. നേരിട്ട് കണ്ടിട്ടുണ്ട്. ബുക്കിനെ കാണാൻ പുള്ളി പറഞ്ഞു ഞാൻ കോപ്പി അടിച്ചാ. എന്നിട്ട് പോലും എന്താ പറയുക, മോഹൻലാൽ അങ്ങനെ പറഞ്ഞത്? മോഹൻലാൽ അങ്ങനെ ചെയ്യാതിരിക്കായിരുന്നു. പുള്ളിക്ക് വിശ്വസിക്കാൻ പറ്റുള്ള ഒരാള് ബുക്ക് എഴുതി നിങ്ങൾക്ക് മോഹൻലാൽ മൂടാ. ഞാൻ സെലിബ്രിറ്റി ആകാൻ പുള്ളി ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ ബുക്കിന്റെ ആമസോണിൽ ഞാൻ പബ്ലിഷ് ബുക്കിന്റെ താഴെ പുള്ളി എഴുതി. അതാണ് എന്റെ കഴിവ്. മോശം പറഞ്ഞ ആളെയും കൊണ്ട് നല്ലത് പറയും. എന്ത് എഴുതി പുള്ളി? പുള്ളി ഐ വാണ്ട് ടു സീ യു കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺ. അവിടെ വന്ന് കമന്റ് ചെയ്തു അല്ലേ? പുള്ളിയുടെ മാനേജർ എന്നെ വിളിച്ചു. പുള്ളിയുടെ മാനേജർ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ എനിക്ക് സൗകര്യമല്ലോ. എനിക്ക് മോളായിട്ട് നേരിട്ട് പ്രശ്നം ഉണ്ടായിട്ട് എന്നിട്ട് ഞാൻ പറഞ്ഞത് നിഷ്പക്ഷമായിട്ട് പറയണം. ഒബ്ജക്റ്റീവ് എന്റെ റിവ്യൂ ഒബ്ജക്റ്റീവാണ്. ഇങ്ങേർക്ക് നിഷ്പക്ഷമല്ല. ഇങ്ങേര് ഞാൻ ചോദിക്കുന്നത് ഇതല്ലല്ലോ ഇവിടെ ഇപ്പൊ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം. ഇയാളുടെ നിഷ്പക്ഷമാണോ തന്റെ നിഷ്പക്ഷമാണോ? താൻ സൂപ്പറാന്ന് പറയുന്ന പരിപാടി അല്ലത്. ഇത് ഈ പരിപാടി ഈ പരിപാടി താൻ അണ്ണ അങ്ങനെ പറയുമല്ലേ? We'll talk about Israel-Iran war. അത് സംസാരിക്കാം. താൻ പറഞ്ഞു. താനാണല്ലോ സാറ്. താൻ പറ. താണല്ലോ എല്ലാം പഠിച്ചിട്ടിരിക്കണം. കൊണ്ടാണോ ഇസ്രായേലാണ് കുറച്ച് സ്റ്റഡി ചെയ്യാൻ ഡെപ്ത് പോയിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ-ഇറാൻ വാറിനെ കുറിച്ച് സ്റ്റഡി ചെയ്തോണ്ടിരിക്കുകയാണ്. ഒത്തിരി സമയം പോകുമല്ലോ. സ്റ്റഡി ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണോ? കൊറേ സമയം പോകുമല്ലോ അണ്ണാ. കൊറേ ബുക്ക് മേടിച്ച് വെച്ചിട്ട് അതിന്റെ എല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. വീടൊക്കെ വൃത്തി. ഇതുവരെ വായിക്കാത്ത കുറെ പുസ്തകങ്ങളുടെ ഫോട്ടോ വെച്ചൊന്നായിരുന്നു എനിക്ക്. ആ ബുക്കും പിടിച്ച് ലുലുമാളിൽ നിൽക്കുന്ന നിപ്പ് ഒന്ന് കാണണം. ആ ബുക്ക് വായിച്ച് ലുലുമാളിൽ നിൽക്കുന്ന നിപ്പ് അണ്ണാ. അത് ടാക്കോവെല്ലി വന്നിരിക്കും എല്ലാരും കാണിക്കാൻ. അവിടെ ഇരുന്നാലാണ് എല്ലാരും ബുക്ക് വായിക്കുന്ന കാണുള്ളൂ. ബുക്കും വായിച്ച് നടക്കുന്നു. മറ്റേ പുള്ളിക്കാരില്ലേ, എന്താ അവരുടെ പേര് പറഞ്ഞ ഒരു ആക്ടർ ഉണ്ടല്ലോ, ഒരു ലേഡി ഇലക്ഷന് ബുക്ക് പാർവതി തിരുവത്ത്. പാർവതി തിരുവത്ത് അണ്ണൻ, പിന്നെ മോഹൻലാല് ബുക്കും പിടിച്ചേക്കണ പൃഥ്വിരാജ്. ഇതെന്താ ആറാട്ടണ്ണി, ആറാട്ട് അക്ക, അല്ലെങ്കിൽ അനുപമ രാജ്. അനുപമ രാജോ? അതാരാ? ഞാൻ എന്റെ അറസ്റ്റ് എന്റെ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. ഓ ഒരു നല്ല പെണ്ണ്. അങ്ങനെയൊക്കെ പറയാം. മോശം പെണ്ണെന്നൊക്കെ പറഞ്ഞ പെണ്ണുണ്ടോ? ഒരു നല്ലൊരു പെണ്ണ് അല്ല, അങ്ങനെ പറഞ്ഞോ. നല്ല പെണ്ണ് നല്ല പെണ്ണെന്ന് പറയാൻ പാടില്ല. അത് അല്ല, അത് നല്ല പെണ്ണാന്ന് പറഞ്ഞു. മോശം പെണ്ണുങ്ങളുണ്ട്. മോശം പെണ്ണുങ്ങളുണ്ടല്ലോ. ശരിയാ. ഇല്ലേ? പെണ്ണുങ്ങളെന്താ മോശമാകാൻ പറ്റും? അത് ശരിയാണല്ലോ. എനിക്ക് തിരിച്ചെടുത്തിരിക്കും. ഭയങ്കര മറ്റേ ഇതാണ്ടോ വിവേചനം ഉണ്ടോ എനിക്ക്? അത് ശരിയായില്ല. അത് പറ്റത്തില്ല. അങ്ങനെ എങ്ങനെ പറ്റുന്നു? അത് ശരിയല്ല. വിവേകാനന്ദൻ ബുക്ക് വായിക്കണം. വിവേകാനന്ദ പാറ വിവേകാനന്ദ ബുക്കിലല്ല, ആർട്ട് ഓഫ് റീഡിംഗ്. ഒരു നമ്മള് വിവേകാനന്ദ പക്ഷെ ഇവിടെ ഇല്ല. ഞാൻ ടാക്കോബോളിൽ ബുക്ക് വായിക്കുന്നത് ഞാൻ സെർച്ച് ചെയ്താണ്.
എന്ത് റിസർച്ച്? അതിലെ വന്ന ആൾക്കാരൊക്കെ തന്നെ നോക്കുന്നുണ്ടോ എന്നുള്ള റിസർച്ച്? ഫിലോസഫി ഓഫ് സയൻസിന്റെ പുസ്തകം വായിച്ചോണ്ടിരിക്കുമ്പോൾ ആളുകൾ എന്നെ നോക്കുന്നുണ്ടോ എന്നുള്ള റിസർച്ച്. ഞാൻ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് ആളുകൾ എന്നെ നോക്കുന്നുണ്ടോ എന്നുള്ള റിസർച്ച്. നോക്കാറില്ല, ഷോയും കാണിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ആളുകൾ നോക്കുന്നുണ്ടോ നോക്കുന്ന റിസർച്ച് അല്ലേ? അതെ. അടുത്തത് ഇയാൾ താൻ മോഹൻലാലാന്ന് പറയുന്നു. ഈ താനും മോഹൻലാലും മോഹൻലാലാന്ന് പറയാം. നിങ്ങൾ രണ്ടുപേരും കേരളത്തിൽ 2 മോഹൻലാൽ ഉണ്ട്. ഒന്ന് താനും പിന്നെ മോഹൻലാൽ. മോഹൻലാൽ മോഹൻലാൽ ലുളുമാളിലുണ്ടെന്ന്. മോഹൻലാൽ എന്ന് പറയുന്ന ആള് ഒന്നുമല്ല. എന്താണോ എവിടെയെങ്കിലും ഒന്ന് നിൽക്ക്. തിലകൻ പറഞ്ഞിട്ടുണ്ട്. വലിയ ആൾക്കാർ തിലകൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാ? സനുമാഷോ? ഋഷിരാജ് സിംഗ് പറഞ്ഞു, AK ആന്റണി പറഞ്ഞു, കമലഹാസൻ പറഞ്ഞു, അമിതാഭ് ബച്ചൻ പറഞ്ഞു, സുകുമാർ അഴീക്കോട് പറഞ്ഞു, തിലകൻ പറഞ്ഞു, നെടുമുടി വേണു പറഞ്ഞു. ഈ മോളെ 2 പേര് വെച്ച് ഡയറ്റിൽ ആൾക്കാർ പറയുന്നത് മോളെല്ലാം വെച്ച് ചാട്ടണം. ചർച്ച ചെയ്ത ടോപ്പിക്കാണ്. വേറെ ടോപ്പിക്കിൽ കയറാം. മമ്മൂട്ടി പറ്റുമോ? മമ്മൂട്ടി വളരെ എഫേർട്ട് എടുത്ത് മെനക്കെട്ട്. ശോഭന എങ്ങനെയുണ്ട്? അയാൾക്ക് ആക്ടിങ്ങിനോടും ഉർവശിയെ കുറിച്ച് എന്താ അഭിപ്രായം? ആക്ടിങ്ങിനും എനിക്കിഷ്ടമാണ് ഉർവശിയുടെ അഭിനയം. ആരാണ്? ഉർവശി നാച്ചുറൽ ആക്ടിങ് വരും. സ്റ്റീരിയോ ടൈപ്പാണ്. മോഹൻലാല് മറ്റേതാ, സ്റ്റീരിയോ അല്ല, CD പ്ലെയർ ടൈപ്പാ. മോഹൻലാലിന്റെ അടുത്ത് ഡോൾബി ടൈപ്പ്, ഡോൾബി ഡിജിറ്റൽ. പിടിച്ചേക്കാൻ പറ്റാണ് മഞ്ജു വാര്യർ. മോഹൻലാലിന്റെ പിടിച്ചേക്കാൻ പറ്റാണ് മഞ്ജു വാര്യർ. അഭിനയത്തിൽ 2 പേര് മത്സരിച്ചാണ്. ഓഹോ. നല്ല ടൈമിൽ പോയി. ഇപ്പൊ ശരിയാവുന്നില്ല. നല്ല ടൈം പോയി, ശരിയാവുന്നില്ല. അവരെല്ലാം ഫാൻ ബോയ് പടങ്ങളാ ചെയ്യുന്നത്. ശരിക്കും ആവേശം ഇഷ്ടപ്പെട്ടില്ലല്ലേ? എന്നോട് ജോൺ പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ പറഞ്ഞു, മോഹൻലാൽ ശഠിക്കുന്നില്ല ഏതെന്നാ നല്ല റോൾ ചെയ്യാൻ. ഇപ്പൊ ഭരത് ഗോപി അങ്ങനെയാണ്, ഫാസ്റ്റിൽ അങ്ങനെയാണ്, മമ്മൂട്ടി അങ്ങനെയാണ്. അവരെല്ലാം നല്ല റോൾ ചെയ്യുന്ന വളരെയധികം സെലക്റ്റീവായിട്ട് പോകുന്ന ആൾക്കാർ. ഇയാൾ സെലക്റ്റീവ് അല്ല. അതുകൊണ്ട് ഈ പറയുന്ന പറച്ചിൽ മുഴുവൻ എന്താന്ന് അറിയോ? ഒരു മിനിറ്റ്, ഒരു ഒറ്റ ഒന്ന് അടച്ചു പിടിക്കണോ, സമ്മതിക്കണോ, നിൽക്കോളെ. ഈ പറയുന്ന പറച്ചിൽ എന്താന്ന് അറിയാം? ഇത് മുഴുവൻ പറയും ഇയാൾ ഇങ്ങനെയാണ്, ഇയാൾ സെലക്റ്റീവ് അല്ല, ഇയാൾ ഭയങ്കര ഫ്രീ ആയിട്ട് സിനിമ ചെയ്യുന്നതാണ്, ചുമ്മാ തോന്നുന്നൊക്കെ ചെയ്യുവാണ്. പറയുന്നതിന്റെ ആകത്തുക എന്താന്ന് അറിയാം? ഇയാൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇയാൾ ഇതിലൊക്കെ വലിയ എന്തോ ആണെന്നാ ഈ പറയുന്നത്. മനസ്സിലായോ? നടക്കൂല അണ്ണാ, നടക്കൂല. അതിനുള്ളൊന്നും ഇല്ല, ഒന്നുമില്ല. ഒരു മണ്ടാന്നൊക്കെ വിളിക്കുന്നത്, മണ്ടാന്നൊക്കെ ഒരാളെ അല്ല എന്റെ മേടിക്കോട്ടെ. എന്റെ ഇത് ടാലന്റ് ഉണ്ടെന്നില്ല. അയാൾക്ക് അഭിനയം വളരെ മോശമാണ്. അയാളുടെ അഭിനയം വളരെ മോശമാണ്. അങ്ങനെ ഒരു ഞാൻ അഭിനയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അയാൾ മെനക്കെടുന്നില്ല, അത് തന്നെ പറഞ്ഞത്. അയാളുടെ അഭിനയം മോശമാണ്. അതുകൊണ്ട് നമ്മളെന്ത് വേണോ? ഇനി ഇയാൾക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ ഇയാൾക്ക് വലിയ മറ്റേ കൈ കാണും. ഞാനെന്ത് വേണോ ഇതിന്? മനസ്സിലായോ? ഒരുമാതിരി സ്കൂളിൽ പിള്ളേരെ കുറിച്ച് പറയുന്ന പോലെ ഈ അമ്മമാര് പറയില്ല നല്ല ബുദ്ധി വന്ന ടീച്ചർമാരൊക്കെ പറയുന്ന, പക്ഷെ പഠിക്കത്തില്ല എന്ന് പറയാ. ഉഴപ്പാ എടുത്തോട്ട് പോടാ. സന്തോഷം. പിന്നെ എന്തിനാർക്കാ ഈ പാഷൻ? നിങ്ങൾക്കൊക്കെ എന്തിന്റെ കഴപ്പാ? അയാൾക്കില്ലാത്ത പാഷൻ നിങ്ങൾക്കുണ്ടോ? അയാൾ എന്തേലും കാണിക്കട്ടെ. മമ്മൂട്ടിക്ക് ഉണ്ടോ? മോളാണ് കൂട്ടുകെട്ട് മോശമാണോ? കുട്ടിയുടെ വളരെ മോശം. മമ്മൂട്ടി പാട്ടല്ല, ലാൽ ബേസിക് നല്ല പടം. പക്ഷെ ലാൽ നസ്രീ ലാലിന് ചുറ്റുള്ള ആൾക്കാരാണ്. അത് അമ്മയും പറയുന്നതെന്ന് പറയുന്നുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. അല്ല, പുള്ളിയുടെ എല്ലാ അമ്മമാരും പറയുന്ന അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞു ശീലമായതായിരിക്കും. അല്ല, പുള്ളിയുടെ പിന്നെ ചില ചേട്ടന്മാര് മമ്മൂട്ടിയെ പോലെ
അവൻ മിടുക്കനാണ്. പക്ഷേ ഇത്രയും നാളിങ്ങനെ നമ്മളെയൊക്കെ പറ്റിച്ചല്ലേ. കേരളത്തിൽ മൊത്തത്തിൽ എല്ലാരും മൂഞ്ചിച്ചല്ലോ. ശരിയാ, കംപ്ലീറ്റ് ആയിട്ട് എല്ലാരും പറ്റിക്കലായിരുന്നു. ഇപ്പോഴും പറ്റിച്ചോണ്ടിരിക്കുക. അത് മനസ്സിലാവാത്ത ആരാന്ന് എനിക്ക് മനസ്സിലാവും. അവർക്കെന്താ മനസ്സിലാവും? ഇതേപോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കണ്ട പിന്നെ ഇതൊക്കെയാണ് ഇതാണ് ചെയ്തത്. ഇതൊക്കെ അയാൾ ചെയ്തതാ. അയാൾ ചെയ്ത പരിപാടി കാണുന്നത്. സത്യം പറഞ്ഞു, സത്യം പറഞ്ഞ സത്യമേവ ജയതേ. അയാളെന്താ ചെയ്ത ഈ മെനക്കെട്ട ആ കഥാപാത്രം, ആ മെനക്കെട്ട അത് മമ്മൂട്ടിയും കമലഹാസനും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടു മെനക്കെട്ടല്ല കഷ്ടപ്പെട്ടു. ഇയാൾക്കറിയാം മോഹൻലാൽ പ്രിപ്പയർ ചെയ്യുന്നത് ഫിസിക്കലിയാണ്, മമ്മൂട്ടിയും കമലഹാസനും പ്രിപ്പയർ ചെയ്യുന്നത് മെന്റലിയാണ്. ചുമ്മാ ഇരിക്കണ്ണ ചുമ്മാ ഇരിക്കണ്ണ. എന്താണ് വെറുതെ ഒരു ഹൈപ്പ്? എന്താ കഴിച്ചത്? എന്തോ കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടോ? നല്ല എനർജി ഉണ്ടല്ലോ, കൊണന്ന് പറയുന്നുണ്ടല്ലോ. ഐസ്ക്രീം കഴിച്ചോ? ചെറിയൊരു ഡോപ്പമിൻ കിട്ടിയിട്ടുണ്ട്. ഫിലോസഫർ നീഷെ. പക്ഷെ ട്രൂത്ത് അത് തന്നെയാണല്ലോ. ട്രൂത്ത് അഗ്ലിയാണ്, അതൊക്കെ. പക്ഷെ ട്രൂത്ത് ആണല്ലോ. അതെ കണ്ടോ, സത്യം അക്സെപ്റ്റ് ചെയ്യാൻ വയ്യുന്നു അവൻ തന്നെ പറയാത്. ട്രൂത്ത് ഇസ് അഗ്ലി എന്ന് പറഞ്ഞു. വിഷയത്തിൽ നിന്ന് സ്ലിപ്പറി സ്ലോപ്പ് കളിക്കരുത്. വേടനോ കാണുമ്പോൾ ഓർമ്മ ചെയ്താനെയാണ്. അല്ലെ, ആ ചെയ്തല്ല, ഈ ചെയ്താൻ. ഇവർ രണ്ടുപേരും വളരെ സോഷ്യലി കമ്മിറ്റഡ് ആൾക്കാരാണ്. പക്ഷെ വേടന ഒളിപ്പി പൊളിറ്റിക്കൽ ആവാൻ പാടില്ല. പൊളിറ്റിക്കൽ ആയതിനോട് വിരോധമുണ്ട്. സോഷ്യലി കമ്മിറ്റഡ് ആണ്, പൊളിറ്റിക്കൽ ആവാൻ പാടില്ല. പൊളിറ്റിക്കൽ ആവണ കുഴപ്പം? അപ്പൊ പക്ഷം ചെയ്യും കക്ഷി. ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ. ഇവിടെ മോഹൻലാലോ? ഈ മോഹൻലാൽ ഇവിടെ നിന്ന് വന്നത് ഈ മൈറിനെ മറ്റേ ഇടയിലും പറയും മോഹൻലാൽ നല്ല നടനാണ്. ടോപ്പിക്കാണ് നോക്കണം. ഇവിടെ മോഹൻലാലിന്റെ ഇടയിൽ എവിടുന്ന വരുന്നത്? നമ്മള് വേടന്റെ കാര്യം പറയല്ലേ? അതുപോലെ പുള്ളിക്ക് കക്ഷി രാഷ്ട്രീയമില്ല. അത് ആർക്കും അറിയില്ല ഇയാൾക്ക് കക്ഷി രാഷ്ട്രീയം. കാട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സംഖ്യയാണ് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറയാണ് പുള്ളിക്കറിയില്ലെന്നോ? പുള്ളി പറയുന്നത് ഇത് ആരും അറിയാതെ നോക്കണമെന്നാ പറയുന്നത്. പുള്ളിക്ക് കക്ഷി രാഷ്ട്രീയമില്ല. അത് കൂടുതൽ കക്ഷി രാഷ്ട്രീയമുണ്ട്. പ്രിയദർശനം യേശുദാസിന്റെ പ്രശ്നമുണ്ട്. മോഹൻലാൽ യേശുദാസിനാണ് അടുപ്പാണ്. അത് എന്താണ് ഈ പറയുന്നത്? ബി ജെ പി ആണെന്ന് പറയാൻ പറ്റില്ല. പുള്ളി കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത ആളാണ്. അയാളെ ABP കാരനായിരുന്നു കോളേജില്. അപ്പൊ പിന്നെ താൻ എന്തെന്നീ പറയണത്? അയാളുടെ രാഷ്ട്രീയമല്ലേ? CPI നമ്മൾ വ്യത്യാസം അറിയില്ലേ? ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? ഇയാൾക്ക് അറിയില്ലെന്ന്. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതാണ്. ഏത് സ്ഥലത്ത്? ഞാനല്ല, സിനിമാമംഗളം അല്ലേടോ? മുത്തുച്ചിപ്പി. അത് വേറെ. ഗഹനമായ അമർത്യാസൻ, അല്ലെങ്കിൽ അരുന്ധതി റോയ്, പിന്നെ ആരാണ്? സ്റ്റീഫൻ ഹോക്കിംഗ്, അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ, അല്ലെങ്കിൽ ആരാണ്? ലിയാനോ ഡാവിഞ്ചി, പിന്നെ ആരാണ്? കാരൽ ആംസ്ട്രോങ്. ഇവരുടെ ബുക്ക് വായിക്കണം. ശരി. വാൾട്ടർ ഐസക്സൺ. പിന്നെ ഇതാരാന്നൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം ഞാൻ ബുക്ക് വായിക്കാറില്ല. ബുക്ക് വായിക്കേണ്ട കാര്യമില്ല. ബുക്ക് വല്ലവരും എഴുതുന്നതാണ് ഞാൻ വായിക്കുന്നതിനാ. എല്ലാ ബുക്കും വായിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ട് അണ്ണൻ അങ്ങോട്ട് എഴുതി വെക്കും. മോഹൻലാൽ സൂപ്പർ നടനാ. ചില നടികൾ ഇത് മുഴുവൻ വായിച്ചിട്ട് എല്ലാ വിവരവും വെച്ച ആള് സ്റ്റേറ്റ്മെന്റ് കാണണം. ബ്യൂട്ടി ലൈസ് ഇൻ സോളിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്. ഇതൊന്നും ആരും വായിക്കുന്നില്ല. ബ്യൂട്ടി ലൈസ് ഇൻ സോളിറ്റ്യൂഡ് ആൻഡ് സൈലൻസ്. ഇപ്പോഴത്തെ പ്രത്യേകതരം പേനായിരിക്കും. ഇത് കണ്ടോ? കുറച്ചു നേരം ഉണ്ടായിരിക്കും. മടുക്കുന്നില്ലേ? വേടെന്ന് പറഞ്ഞിട്ട് പിന്നെ എഴുതാൻ പറ്റിയൊരു പേന. നല്ല പേനയുള്ളത്.
ഇതൊക്കെ എഴുതാൻ നല്ലതായിരിക്കും. നല്ല വൾഗാരിറ്റി. ഇപ്പൊ ഇങ്ങനെയാ എഴുതുന്നത്. പേനയാണോ ശരിക്കും പേനയാ? കണ്ട് വേറെ തോലെ ഉണ്ടല്ലോ. എടാ ഇത് വിരലാ, കണ്ടോ വിരൽ? അല്ല താൻ വൃത്തിയോട് പറയാ, വിരലാണ് എഴുതുന്ന സാധനം. മനസ്സിലായി? വിരലെ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ എഴുതുന്നത്? പിടിച്ച് പിന്നെ വേണമെങ്കിൽ തനിക്ക് തിരിച്ചു വെച്ച് എഴുതാം. ഇങ്ങനെ എഴുതുന്നവരുണ്ട്. മാറ്റി ഒരു പേന ഗിഫ്റ്റ് കൊടുക്കാം. ഞാൻ എനിക്ക് ചിരിക്കണമെങ്കിൽ ഞാൻ ചിരിക്കും. എനിക്ക് ചിരിക്കാതെ കണ്ടോ തന്റെ ഉള്ളിൽ ഫാഷിസം പുറത്തു വരുന്നുണ്ടോ? ഫാഷിസം പുറത്തു വരുന്നുണ്ടോ തന്റെ ഉള്ളില്? ഒരാള് ചിരിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നതിന്റെ അത് താൻ തീരുമാനിക്കുക. എന്നോട് ചിരിക്കരുതെന്ന് പറയാതാൻ, എന്നോട് ചിരിക്കരുതെന്ന് പറയാതാൻ. അതല്ലല്ലോ ഞാൻ ചിരിക്കരുതെന്ന് പറയാതാൻ. തനിക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? തനിക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ലെന്ന്. മൗലിക അവകാശമാണെങ്കിൽ എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമല്ലേ ഞാൻ ചിരിക്കണം വേണ്ടെന്നുള്ളത്. അതിനകത്ത് കയറി ഇടപെട്ടിട്ട് താൻ എന്നോട് ചിരിക്കരുത്. അത് ഇപ്പൊ തമാശയായി. പിടിക്കപ്പെട്ടതെന്നുള്ള ശിവദേവ് തമാശയാവും, കോമഡിയാവും. വേണ്ട 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 വേണ്ട. അങ്ങനെ 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 മറ്റൊരാളുടെ അവകാശത്തിനകത്ത് കടന്നു കയറിയിട്ടല്ല താൻ തന്നെ തമാശ പറയുന്നത്. സീരിയസ് ആയി. ഇപ്പോൾ അലൻ ജോസ് പെരേരയെ എന്താ പറയാ? സീരിയസ് ആയിട്ട് നല്ല സീരിയസ് ടോപ്പിക് അത്. എന്ത് വേണ്ട വേടനെ പറ്റി എന്താ പറയാനുള്ളത്? എനിക്ക് പൊളിറ്റിക്കൽ ആയത് ഇഷ്ടപ്പെട്ടില്ലേ? പൊളിറ്റിക്കൽ ആവരുതായിരുന്നു വേടൻ. പിന്നെ വേടൻ പൊളിറ്റിക്കൽ ആവരുതായിരുന്നു. അല്ലായിരുന്നു. അല്ല ആദ്യം അങ്ങനെ അല്ലാന്നല്ലോ. ആദ്യത്തെ പാട്ട് പിന്നെ ആയതാണ്. പിന്നെ ആയതാ. ആദ്യം എഴുതിയ പാട്ട് മറ്റേതായിരുന്നു. അതെന്താന്ന് നമ്മുടെ ഇതിന് കലോത്സവത്തിനൊക്കെ മറ്റേ ലളിതഗാനം. അല്ല വേറെ സാധനമാണ്. ദേവഗായികേ ദേവഗായികേ ഭാവ ജെന്വിനോ? ആരെ ജെന്വിൻ? എന്താ ഈ ജെന്വിൻ എന്ന് പറയുന്നത്? എന്താ ജെന്വിൻ? ജെന്വിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഈ ജെന്വിൻ ആയിട്ടുള്ള? എനിക്കൊരു സാധനം പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. ഈ അരുന്ധതി റോയ് ജെന്വിൻ ആണോന്ന് അറിയണമെന്ന് അവരെ പരിചയപ്പെടണം. അല്ല അവരെ എഴുത്ത് കണ്ടിട്ടൊന്നും പരിചയം പറഞ്ഞാൽ നിനക്ക് അറിയോ? അയാളെ അറിയോ? അയാളെ പരിചയമുണ്ടോ? അരുന്ധതി റോയെ പരിചയമുണ്ടോ? ഓ പോട്ടെ, നമുക്ക് സിദ്ധിക്ക് ഇത്ര നാള് നല്ല കഥാപാത്രങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ട് അച്ഛനായിട്ടൊക്കെ അഭിനയിക്കുന്നത് നല്ല. ആ അച്ഛനായിട്ട് അഭിനയിച്ച ആളെ അച്ഛനായിട്ട് കണ്ട ഒരു കൊച്ചവിടെ ചെന്നപ്പോ വേറൊരു അച്ഛൻ കൊച്ചച്ഛനായി. കൊച്ചച്ഛൻ കൊണച്ചു. അത് കേട്ടോ? ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഈ സച്ചിൻ ടെണ്ടുൽക്കറെ പറ്റി എന്താ പറയാം പറയോ? അമീർ ഖാൻ പടം വരുന്നു. അമീർ ഖാൻ ഇപ്പൊ ഒരു ബോംബ് ഇറക്കിയില്ല. അത് തുർക്കിക്ക് എതിരെ സംസാരിക്കുന്നു. അത് പുള്ളിയുടെ സിനിമ മാർക്കറ്റ് ചെയ്യാനുള്ള പുള്ളിയുടെ വക്രതയാണ്. തുർക്കിക്ക് എതിരെ സംസാരിച്ചു പുള്ളി. താനിപ്പോ ഇതൊക്കെ ഇവിടെ വന്നിരുന്നു പറയുന്നത് അത് തന്റെ വക്രതയല്ലേ? ഈ ഫ്രൈഡേ ഇറങ്ങുന്ന പടം. അപ്പൊ അതിനെതിരെ ഷമീൻ ബാർ അയാൾ കാണണം. അടുത്ത പടമാണോ? ഫ്രൈഡേ ഇറങ്ങും. അയാൾ മാർക്കറ്റിംഗിന്റെ ഭാഗമായി സാധാരണ പടമൊക്കെ കാണാറ്. ആമീർ ഖാന്റെ സിനിമ ഒന്നും ഇനി കാണാതിരിക്കാൻ നല്ലത്. ഇയാള് മറ്റേ പടമൊക്കെ ഇവിടെ ഹിന്ദിയിലൂടെ അവസാനം പുള്ളിയ മറ്റേ ധൂമൊക്കെ കളിച്ചത് മാത്രമൊന്നുമല്ല. അതിനകത്ത് ഇയാൾ അവസാനം ചെയ്ത വേറൊരു സിനിമയുണ്ട്. ഇത് മറ്റേ ഫോറസ്റ്റ് ഗമ്പിന്റെ ഹിന്ദി വേർഷനൊക്കെ ഇറക്കിയായിരുന്നു. ഫോറസ്റ്റ് ഗമ്പില്ലേ? ഫോറസ്റ്റ് ഗമ്പിന്റെ ഹിന്ദി ഇറക്കി കൊടുക്കും. അത് ഭയങ്കര കോമഡി ആയിരുന്നു. ഇയാള് പൊട്ടനായി. ഇയാള് ഏലിയനായിട്ട് വന്നപ്പോ ഇയാള് പൊട്ടനാണ്. ഇവിടെ ആൾക്കാർക്ക് മറ്റേത് ഡൗൺ സിൻഡ്രോം ആണ്. മറ്റേ ആൾക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അയാൾക്ക് പോളിയോ പ്രശ്നമൊക്കെ ഉള്ള ആളാ മറ്റേ ആള്. ഈ ഫോറസ്റ്റ് ഗമ്പിലെ മറ്റേ സാധനം മനസ്സിലായോ? അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇയാള് മറ്റേ സിക്കായിട്ട് താടിയൊക്കെ വെച്ചിട്ട് തലക്കെട്ടൊക്കെ ആയിട്ട് പൊട്ടനായിട്ട് ഓടും. സർദാർ ജി ജോസ് പോലെ ഉണ്ട്. പല രോഗികളും ഈ നാട്ടിൽ ജനിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. കൾച്ചറിലും കൂടെ ആണല്ലോ. നമ്മുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇവിടുത്തെ മാനസിക ഇപ്പൊ ഇടയ്ക്ക് വട്ടളകി. ഈ വട്ടളകി കഴിഞ്ഞാൽ പിന്നെ കാണിക്കാൻ പോകുന്ന ഇവിടുത്തെ ഏറ്റവും തറപ്പണികളൊക്കെ ആയിരിക്കും. ആർക്കാണെങ്കിലും നാച്ചുറലിസം എന്താ അറിയോ? നാച്ചുറലിസവും സ്റ്റോയിസിസം ആണ് ഇത് ആപ്ലിക്കേറ്റ് ചെയ്യുന്നത്. സ്റ്റോയിസിസം പറഞ്ഞാൽ സന്തോഷം വരുമ്പോൾ സന്തോഷമോ ദുഃഖം വരുമ്പോൾ ദുഃഖമോ പാടില്ല. ഒരു മെച്യൂർ ഡീൽ ചെയ്യണം. ലോജിക്കും
പിന്നെ ഇതാണ് വെർച്വലിസം, അതാണ് സ്റ്റോയിസിസം, അതിന് വളർക്കില്ല. പിന്നെ ഉള്ളത് നാച്ചുറലിസം, അതിന് മനുഷ്യർ മാത്രമല്ല പ്രകൃതി, പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം കമ്പൈൻ ചെയ്ത് അങ്ങനത്തെ തിങ്കിങ് വേണം. അപ്പോൾ ഫിലോസഫിയുടെ 2 പ്രിൻസിപ്പിളാണ് ഈ കാലത്ത് അപ്ലൈ പറ്റുന്നത്. ഒന്ന് നാച്ചുറലിസവും പിന്നെ സ്റ്റോയിസിസവും. മനസ്സിലായോ? ഈ ഫിലോസഫി സബ്ജക്റ്റ് കുറച്ച് വ്യക്ത മലയാളികൾക്ക് അറിയില്ല, അവരുടെ വിചാരം പ്രായോഗികമല്ല. ഈ സബ്ജക്റ്റ് ഇത് യൂറോപ്പിലുള്ള ഡിമാൻഡാണ്, ഡൽഹിയിലുള്ള ഡിമാൻഡാണ്, ഹൈദരാബാദ്, അവിടെ വിവരമുള്ള ആൾക്കാരാണ്. ഫിലോസഫി എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിലും ഉണ്ട്. ഫിലോസഫി എഞ്ചിനീയറിംഗ്, ഫിലോസഫി മാത്സ്, ഫിലോസഫി സയൻസ്, ഫിലോസഫി ടെക്നോളജി, ഫിലോസഫി ആർട്ട്, ഫിലോസഫി റിലിജിയൻ, ഫിലോസഫി പൊളിറ്റിക്സ്, ഫിലോസഫി ഓഫ് അങ്ങനെയെല്ലാം ഉണ്ടാവും. പിന്നെ ലൈഫിലെടുത്ത് കഴിഞ്ഞാൽ ഫിലോസഫി സെക്ഷൻ ഉണ്ട്, ഫിലോസഫി ലവ് ഉണ്ട്, ഫിലോസഫി ഫിലിം ഉണ്ട്. അങ്ങനെ ഫിലോസഫി എല്ലായിടത്തും ഉണ്ട്. എന്തുകൊണ്ട് ഫിലോസഫി ഇങ്ങനെ അവഗണിക്കപ്പെടുന്നു? കാരണം ഫിലോസഫി സെർച്ച് ഫോർ ട്രൂത്ത്, സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അതുകൊണ്ടാണ് ഇത് അവഗണിച്ചിരിക്കുന്നത്. ഈ ഫിലോസഫി വരികയാണെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം, എന്നാൽ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. മനസ്സിലായോ? ഈ എക്സാം സിസ്റ്റം ഇതിലെടുത്ത് കളയണം. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ പണ്ടുപോലെ പറയുന്നതാണ്. അങ്ങനെ സിസ്റ്റം കൊണ്ടുവന്നത് ശാന്തിനികേതനിൽ രവീന്ദ്രനാഥ് ടാഗോറാണ്. നമ്മുടെ വിദ്യാഭ്യാസ രീതി മാറ്റണം. ഇങ്ങനെ അൺകൺവെൻഷണൽ തിങ്കിങ് അലോയുന്നില്ല. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ സെയിം ടോപ്പിക്ക് ചെയ്യും. എന്തുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ തിയറി റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിക്സും താല്പര്യം? ബിക്കോസ് പുള്ളി അക്കാഡമിക്സ് ഔട്ട്സൈഡ് ചെയ്ത. നമ്മുടെ അക്കാഡമിക്സ് വളരെ കൺസർവേറ്റീവാണ്. എഡ്യൂക്കേഷനും അക്കാഡമിക്സ് വ്യത്യാസമുണ്ട്. എഡ്യൂക്കേഷൻ പറഞ്ഞാൽ മാനസിക വളർച്ച, അക്കാഡമിക്സ് അത് മതി മാർക്ക് 99.9% മാർക്ക് ഉണ്ടാക്കി ഒരു കാര്യമില്ല. ഞാൻ കേൾക്കുന്നു സ്റ്റാൻഫോർഡ്, യേൽ, കുറെ യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷെ കഴിഞ്ഞ 100 വർഷമായിട്ട് ക്വാണ്ടം മെക്കാനിക്സും റിലേറ്റീവ് ആയിട്ട് വേറെ ഫൈൻഡിങ് വന്നിട്ടില്ല. നമ്മുടെ വിദ്യാഭ്യാസം കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കുറെ മാർക്ക് ഉണ്ടല്ലാതെ ചിന്തിക്കാൻ കഴിവില്ല, ക്രിയേറ്റീവ് അല്ല. അപ്പം നമുക്ക് ഈ ലോജിക് അല്ലെങ്കിൽ ലോജിക്കല്ല, നമുക്ക് ഡിസിപ്ലിൻ വേണ്ടി ഡെവലപ്പ് ചെയ്യാം. പക്ഷെ ക്രിയേറ്റിവിറ്റി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഭയങ്കര ഫോക്കസ് ചെയ്യുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ലോജിക്ക് വരും. പക്ഷെ നമ്മൾ അൺവാണ്ട് തിങ്കിങ്, മൈൻഡ് വാണ്ടറിങ്, ഡേ ഡ്രീമിങ്, അത് വരുമ്പോഴാണ് ക്രിയേറ്റിവിറ്റി വരുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ക്രിയേറ്റിവിറ്റി ഇല്ല. ക്രിയേറ്റിവിറ്റി ഉടനെ നാം മനസ്സിലാക്കുന്നത് എന്തൊക്കെയോ വിച്ചിന്തയും പറയുന്നതിനാണ്. ക്രിയേറ്റിവിറ്റി എല്ലായിടത്തും ഉണ്ട്, എല്ലാ ഫീൽഡിലും. ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കുക, ഇല്ലാത്ത പ്രശ്നത്തിന് സൊല്യൂഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. മാത്സിൽ പുതിയ തിയറി ഇൻഡ്യൂസമാണ്. ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവും, എന്തോ ഭയങ്കരമായിട്ട് എന്തോ പറയുക. ഇത് ഒരു സാധാരണക്കാരന് മനസ്സിലായത് എനിക്ക് ഏറ്റവും സിമ്പിൾ ആണ്. താൻ ക്രിയേറ്റീവ് ആണ്, താൻ ഏത് നിമിഷം തമാശ ഉണ്ടാവും. കാരണം ഇൻഡ്യൂസ്ഡ് ആയതുകൊണ്ടാണ്. ഞാൻ നടന്ന ഇൻഡസ്ട്രിയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പലരും മാത്രമല്ല, കാരണം നിങ്ങൾക്ക് ഇൻഡ്യൂസ്ഡ് ഉണ്ട്, അതേ ഇൻഡ്യൂസ്ഡ് നിങ്ങൾക്ക് ഉണ്ട്. നമ്മൾ ഇൻഡ്യൂസ് നമ്മുടെ വിദ്യാഭ്യാസം. ഇപ്പൊ ഞാൻ പുതിയതായിട്ടുള്ള ഐഡിയാസ് ചോദ്യം ചോദിക്കാൻ പോവാം, സാർമാരെ എൻകറേജ് ചെയ്യില്ല. ഇപ്പോഴും 300 വർഷം മുമ്പ് ഫിലോസഫി പറയുന്നത് പുതിയ ഫിലോസഫി വരുന്നില്ല. നമ്മുടെ അക്കാഡമി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ മാറ്റിക്കളയണം. ഇത് വെച്ചിട്ട് കാര്യമില്ല. ഒരു ബുക്ക് വംശം ഉണ്ടാക്കണം, ഇതോട് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ വേറൊരാളുടെ നോളജ് എടുക്കണം. നമ്മൾ ചിന്തിക്കണം, ചിന്തിക്കുമ്പോൾ പുതിയ സോക്രട്ടീസ് അങ്ങനെയാണ്. താൻ ഈ ബുക്ക് വായിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അത് വായനയും വേണം, ചിന്തയും വേണം, രണ്ടും വേണം. ആദ്യം ബേസ് വേണം, പിന്നെ ചിന്തിക്കണം. വായന മാത്രം കൊണ്ട് കാര്യമില്ല. വായന കൊണ്ടു വെറുതെ കൊണ്ട് കാര്യമില്ല. വായിച്ചാൽ മാത്രം, വായിച്ചിട്ട് നമ്മൾ ചിന്തിക്കണം. ഞാൻ ഇന്നാൾ പ്രവർത്തിക്കണോ? ഞാൻ ഇന്നാൾ റിസർച്ച് ചെയ്യാം. പ്രവർത്തിക്കണോ? ഞാൻ ഇന്നാൾ റിസർച്ച് ചെയ്യാം. ചിന്തിച്ചാൽ മാത്രം മതിയോ? ചിന്തിച്ചാൽ മാത്രം മതിയോ? ചിന്തിച്ചാൽ മാത്രം മതിയോ? ഇത് ആക്ഷനിൽ വരുമോ? എന്തെങ്കിലുമൊക്കെ പ്രവർത്തിയിൽ എന്തെങ്കിലും വരുമോ? വരും. ലോജിക്കൽ അനാലിസിസ്, വേരിയസ് ഇൻഡ്യൂട്ടീവ് ഇമാജിനേഷൻ റിസർച്ച് ചെയ്യണം. മന്തിയാണല്ലോ ഏറ്റവും ഇഷ്ടം അല്ലേ? കഴിക്കാൻ ഏറ്റവും ഇഷ്ടം മന്തിയാന്ന് തോന്നുന്നല്ലേ? ചിക്കൻ മന്തി ഏറ്റവും ഇഷ്ടം എന്താ? കഴിക്കാൻ ഏറ്റവും ഇഷ്ടം ലോജിക്കൽ പറ, എന്താ ഏറ്റവും കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത്? ലോജിക്കൽ അനാലിസിസ് ഇല്ലാത്തോടെ നോക്കുമ്പോ കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ? ചിക്കൻ ബിരിയാണി ആണോ, ചിക്കൻ മന്തി ആണോ? ഞാൻ എനിക്ക് 24 hours ഇന്റലക്ച്വൽ ആയിരിക്കാൻ താല്പര്യം. എന്റെ പ്ലസ് ഇന്റലക്ച്വൽ പ്ലഷറാണ്, അറിയോ? ഇന്റലക്ച്വൽ പ്ലഷർ, സെക്സ് മറ്റൊന്നല്ല. ഇന്റലക്ച്വൽ കളി, ഇന്റലക്ച്വൽ കളി, ഇന്റലക്ച്വൽ കുളി, ഇന്റലക്ച്വൽ വളി. കുളിക്കാറില്ല, അറിയോ? ഇന്റലക്ച്വൽസ് കുളിക്കാറില്ല. ജോൺ അബ്രഹാം ഈ ഹിന്ദിയിൽ നടന്നല്ല. ഒരു ഹലോ കൊണക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഒരുപാട് ഉണ്ടാക്കല്ലേ, കാര്യം പറഞ്ഞാൽ. ജോൺ അബ്രഹാം കുളിക്കാറില്ലെന്ന് കേക്കണ്ടോ? താനിതുവല്ലം കേക്കണ്ടോ? ബുദ്ധിജീവൻ കുളിക്കാറില്ല. ബുദ്ധിജീവികൾക്ക് വട്ടച്ചോറ് വരാറില്ല കുളിക്കാറുന്നിട്ട്. ഇപ്പൊ റിച്ചാർഡ് ഫെയ്മൻ എന്ന ആള് അയാൾ കോസ്റ്റ്യൂം എടുത്ത് പോയാൽ അയാളുടെ എല്ലായിടത്തും പോയാൽ അതല്ല ഇതല്ല. അങ്ങനത്തെ ആൾക്കാർ അങ്ങനെയാണ്. ക്രിയേറ്റീവ് ആൾക്കാർ അങ്ങനെ. ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഇമാജിനേഷൻ കൂടുമ്പോൾ അവർക്ക് ലൈംഗികത കൂടും.
ഇതൊക്കെയാണ് പറയണം. ക്രിയേറ്റീവ് ആൾക്കാർക്കെല്ലാം ഭയങ്കര ക്രിയേറ്റിവിറ്റി കൂടിയിട്ട് കമ്പിയായി പോയത്. പറഞ്ഞു എന്താണോ ലോജിക്കൽ അനാലിസിസ് അപ്ലൈ ചെയ്യുമ്പോൾ ലോജിക്കൽ കൺട്രോളറൊക്കെ ഫുൾ ടൈം കമ്പിയായിരിക്കും. അതെന്നെ പരിപാടി ഇങ്ങനെ ലോജിക്കൽ അനാലിസിസ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എവിടെ വരുന്ന ഇമാജിനേഷൻ അല്ലെങ്കിൽ ഇൻഡ്യൂസറിനാണ്. ഇത് എങ്ങനെയുണ്ട്? ഇൻഡ്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇഷ്ടായോ ഗായ്സ്?